ED അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത 3 പ്രതികളും ഇപ്പോൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണ്. അവർ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഒന്നാം പ്രതി വിൽസൺ വർഗീസ്, രണ്ടാം പ്രതി മുകേഷ് കുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടുള്ള രഞ്ജിത്ത് ആർ വാര്യർ എന്നിവരെയാണ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറുമായി പ്രതികൾക്ക് അടുത്ത ബന്ധമുണ്ട്. കൈക്കൂലി നൽകി കേസ് ഒതുക്കുന്നതിലെ മുഖ്യ കണ്ണികളാണെന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് അതിന് ചുമതലപ്പെട്ടത് ആരാണോ അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള ആളുകൾക്ക് ഇതുമായുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രതി എന്ന് പറയുന്നത് രഞ്ജിത്ത് ആർ വാര്യർ തന്നെയാണ്. രഞ്ജിത്ത് ആർ വാര്യർക്കാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ളത് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ രഞ്ജിത്തിന്റെ ഇടപാടുകളിലെ പങ്കാളികളാണ് ഈ വിൻസെന്റ് വർഗീസ് ആണെങ്കിലും രാജസ്ഥാൻ സ്വദേശി മുകേഷ് ആണെങ്കിലും എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. പല ആരോപണങ്ങൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ കുറച്ചധികം കാലമായി വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഈ പ്രതികളെ 7 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. 5 ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇതിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് ആർ വാര്യരുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയാണ് വിജിലൻസിനുള്ളത്. കാരണം കൈയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായത്. ഇന്നലെ രാവിലെയാണ് ഈ രഞ്ജിത്ത് ആർ വാര്യരെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്ത വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് ഇയാളുടെ പിണിയാളുകൾ അല്ലെങ്കിൽ ഇയാളുടെ അടുപ്പക്കാർ എന്ന് പറയുന്ന വിൻസെന്റിന്റെയും അതോടൊപ്പം തന്നെ മുകേഷിന്റെയും അറസ്റ്റ് കൂടി ഉണ്ടായത്. ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഗൗരവതരമായ, അതീവ ഗൗരവതരമായ ഒരു കേസായി രൂപപ്പെടുകയാണ് EDക്കെതിരായ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണം. അക്കാര്യത്തിൽ ഇപ്പോൾ കസ്റ്റഡി ഉൾപ്പെടെയുള്ള നടപടികളുമായി വിജിലൻസ് മുന്നോട്ട് പോകുന്നു.